ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഉൾപ്പെടെ 2 റീ റിലീസ് സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെ 5 ഇന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ 3 എന്ന സിനിമയാണ്. 2012 റിലീസ് ചെയ്ത ധനുഷ് ശ്രുതി ഹാസൻ ചിത്രം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം തെലുഗു ഭാഷയിൽ റീ റിലീസ് ചെയ്തിരുന്നു. ആദ്യ ദിവസം 1,55,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ 2 ദിവസങ്ങൾ കൊണ്ട് 1,95,00,000 ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് മികച്ച കളക്ഷൻ തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. തുമ്പാത് എന്ന സിനിമ കൂടി കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ റീ റിലീസ് ചെയ്തിരുന്നു. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 7,34,00,000 ഇന്ത്യൻ നെറ്റ് കളക്ഷൻ സിനിമ ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്തിരിക്കുകയാണ്. വമ്പൻ കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ റീ റിലീസ് പതിപ്പിനോടൊപ്പം സിനിമയുടെ 2ാം ഭാഗം കൂടി കഴിഞ്ഞ ആഴ്ച സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025-ലോ 26-ലോ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കഴിഞ്ഞ ആഴ്ച ബോളിവുഡിൽ നിന്നും റിലീസ് ചെയ്ത കരീന കപൂർ സിനിമയ്ക്ക് മുകളിലാണ് തുമ്പാത് എന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 3 ദിവസത്തെ ദി ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന കരീന കപൂർ ചിത്രത്തിന്റെ കളക്ഷൻ 6,75,00,000 ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രമാണ്. 50 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് അത്ര നല്ല ഓപ്പണിംഗ് അല്ല നിലവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സെരിപ്പോദ ശനിവാരം, സൂര്യ സാറ്റർഡേ എന്നിങ്ങനെ 2 പേരുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സമീപകാല തെലുഗു സിനിമയാണല്ലോ ഞാനിവിടെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമ. SJ സൂര്യ വില്ലൻ വേഷത്തിലെത്തിയ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ ലോകമെമ്പാട് നിന്നും 100 കോടി കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ദസറയ്ക്ക് ശേഷം ഞാനിവിടെ 2ാമത്തെ 100 കോടി സിനിമയായിട്ട് സെരിപ്പോദ ശനിവാരം മറികടഞ്ഞിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലും വിജയിച്ചിരിക്കുകയാണ്. അവസാനത്തെ ദളപതി വിജയ് നായകനെത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ്. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഗോട്ടിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 400 കോടി ടച്ച് ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ട്രാക്കേഴ്സ് വിവിധ ഭാഷകളിൽ നിന്നുള്ള ട്രാക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 250 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ തമിഴ്നാട്ടിൽ മാത്രം 180 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 400 കോടി പിന്നിട്ടതോടെ വിജയുടെ തുടർച്ചയായ 2ാമത്തെ ഒരു തമിഴ് സിനിമയുടെ 400 കോടി കളക്ഷൻ എന്നൊരു നേട്ടം കൂടി ഗോട്ടിനുണ്ട്. അങ്ങനെ 400 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഗോട്ട് 400 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ഫൈനൽ എത്ര കോടി ടച്ച് ചെയ്യുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്തെല്ലാം? കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.